രചന ഗംഗോത്രി. ഭാഗം 85. ഗംഗ തന്നെ അടിക്കുമെന്ന് പോലും മോഹനന് തോന്നി. ഈ വയസ്സാൻ കാലത്ത് എനിക്കൊന്നിനും വയ്യ മോളെ. അന്ന് റാവുത്തറിനെ കാണാൻ പോയപ്പോൾ നമ്പ്യാർ സാറിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. സുമലത കുഞ്ഞിന് അത് സഹിക്കാനായില്ല. അവരുടെ കുടുംബവും പേരുകേട്ട തറവാടാണല്ലോ. സുമലത കുഞ്ഞിൻ്റെ സഹോദരന്മാർ ആയോധന കലയിലെ ഗുരുക്കന്മാരാണ്. സുമലത കുഞ്ഞ് ആ വീട്ടിലെ ഏക പെൺതരിയും. പെങ്ങടെ സങ്കടം കണ്ടപ്പോൾ ആങ്ങളമാർ അങ്ങോട്ട് വന്നു. ആ സമയത്താണ് രഞ്ജിനി കുഞ്ഞിൻ്റെ കല്യാണം ആലോചിക്കുന്നത്. കൃത്യമായി ശിവറാം കുഞ്ഞിൻ്റെ കല്യാണാലോചന വരികയും ചെയ്തു. പക്ഷേ കല്യാണം മുടക്കാൻ റാവുത്തറിന് സാധിച്ചില്ല. കാരണം ശിവറാം കുഞ്ഞിൻ്റെ അച്ഛനുമായി നമ്പ്യാർ സാർ നേരത്തെ തന്നെ എല്ലാം സംസാരിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവരോട് പറഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് റാവുത്തർ അതിൽ പങ്കെടുക്കാൻ വന്നു. അന്ന് രഞ്ജിനി കണ്ട് അയാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഇനി മേലാൽ നീ ചിലങ്ക അണിയരുത് എന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഒന്നുകിൽ രഞ്ജിനി അല്ലെങ്കിൽ അയാൾ അവളുടെ ഭർത്താവ്, രണ്ടുപേരിൽ ഒരാളെ കൊല്ലുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കല്യാണത്തിന് ശേഷം രഞ്ജിനി മോൾ എന്നേക്കുമായി ചിലങ്ക ഉപേക്ഷിച്ചു. മോളെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു അത്. നമ്പ്യാർ സാറും സുമലത കുഞ്ഞും സ്വത്തുക്കളെല്ലാം രഞ്ജിനി മോളുടെ പേരിലേക്ക് എഴുതി വെച്ചു. ഒരു ദിവസം രാത്രി പാതിരാ നേരത്ത്, അന്ന് വല്ലാത്ത ഇടിയും മഴയുമായിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നില്ല. റാവുത്തർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എൻ്റെ മോളെ അവൻ്റെ മുറിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. പകരമായി അവൻ മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു. ഒന്നുകിൽ മകൾ അല്ലെങ്കിൽ സുമലത കുഞ്ഞ്. രണ്ടും എനിക്ക് സമ്മതമായിരുന്നില്ല. ഒടുവിൽ അയാളുടെ ആളുകൾ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു. അന്ന് രാത്രി കളരിക്കൽ കുടുംബത്തിലേക്ക് വരരുത് എന്നായിരുന്നു അയാളുടെ മുന്നറിയിപ്പ്. എത്ര വിളിച്ചാലും ഫോൺ എടുക്കരുത് പോലും. ഗത്യന്തരമില്ലാതെ ഞാൻ സമ്മതിച്ചു. അയാളും ഗുണ്ടകളും കൂടി അങ്ങോട്ട് പോയി. ഒരാൾ ഫ്യൂസ് ഊരി. കറണ്ട് ഉണ്ടായിരുന്നുമില്ല. ഇടയ്ക്ക് വെച്ച് വന്നാലോ എന്ന് പേടിച്ചാവണം. ഗുണ്ടകൾ നമ്പ്യാർ സാറിനെ കസേരയിൽ കെട്ടിയിട്ടു. അദ്ദേഹത്തിൻ്റെ മുന്നിലിട്ട് റാവുത്തർ സുമലത കുഞ്ഞിനെ അയാൾ പാതിയിൽ നിർത്തി. ഗംഗ ചെവി പൊത്തിപ്പിടിച്ചു. കാർത്തി കേട്ടത് വിശ്വസിക്കാനാവാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു. അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. രാവിലെ ഞാൻ ചെന്നപ്പോൾ നമ്പ്യാർ സാറിനെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അനക്കം ഉണ്ടായിരുന്നില്ല. സുമലത കുഞ്ഞ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഞാനാണ് രണ്ടുപേരെയും അദ്ദേഹം പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചിരുന്നു. സുമലത കുഞ്ഞിന് ബോധമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് സുമലത കുഞ്ഞിൻ്റെ ബോധം പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ബോധം വന്നപ്പോഴാണ് ഭർത്താവിൻ്റെ മരണവിവരം അറിയുന്നത്. വീണ്ടും ആ കുഞ്ഞിൻ്റെ ബോധം പോയി. പിന്നീട് 1 വർഷത്തോളം കോമ സ്റ്റേജിലായിരുന്നു. ഗംഗമോൾ ഉണ്ടായ സമയത്താണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അതും കുഞ്ഞിൻ്റെ ആങ്ങളമാർ ഒരു വൈദ്യരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് ചികിത്സ ചെയ്യുകയായിരുന്നു. ഗംഗയ്ക്ക് തൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. അയാൾ മനുഷ്യനാണോ പിശാചാണോ? തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിച്ച കാമപിശാചിനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത് അവൾ മനസ്സിൽ തീരുമാനിച്ചു. അവനെ ഒറ്റയടിക്ക് കൊന്നാൽ പോലും അതൊരു ചെറിയ ശിക്ഷയാണ്. ഇതുപോലെ എത്രയോ പേർ അവനെ കൊണ്ട് കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും. ഗംഗ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കാർത്തി പോലീസുകാരോട് എന്തോ പറഞ്ഞേൽപ്പിച്ച ശേഷം ഗംഗയുടെ പിന്നാലെ ചെന്നു. അമ്മ എവിടെ വരെ എത്തി? കാർത്തി ചോദിച്ചു. ഗംഗ കാറിനുള്ളിൽ കയറി ഇരിക്കുകയായിരുന്നു. അവൾ കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ട്. അവൾ കാർത്തിയുടെ നേരെ അത് തിരിച്ചു കാണിച്ചു. ദാ എത്തിയെന്ന് തോന്നുന്നു. കാർത്തി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. സുമിത്രയുമായി അവർ വന്ന വണ്ടി ഒരു വീട്ടുവളപ്പിലേക്ക് പ്രവേശിച്ചു. വണ്ടിയിലുള്ളവർ പുറത്തേക്ക് ചാടിയിറങ്ങി. പിന്നാലെ സുമിത്രയും. ആ സമയം തന്നെ വികാഞ്ചയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ദൃശ്യങ്ങൾ വരാൻ തുടങ്ങി. ബിസിനസ്സുകാരനായ ശിവറാം എന്നയാളെ തട്ടിക്കൊണ്ടുപോയ ഒളി സങ്കേതത്തിലേക്ക് കടക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. കുറഞ്ഞ കാലയളവിൽ തന്നെ വികാഞ്ച യൂട്യൂബ് ചാനൽ ഫേമസ് ആയിരുന്നു. നിയമത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ കണ്ടുപിടിക്കുന്നത്. അവർ ചെയ്യുന്ന വീഡിയോയിലൂടെ ഏതെങ്കിലും ഒരു ക്രിമിനലിൻ്റെ മുഖം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടും. ഇന്ന് ആരായിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.
ഒരു മിലിട്ടറിക്കാരനും അവൻ്റെ പെണ്ണുമാണ് ഈ ചാനലിൻ്റെ പിന്നിലെന്ന് ആരൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. ആളുകൾ ആകാംക്ഷയോടെ അതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ഗുണ്ടകൾ വാതിലിൽ കൊട്ടുന്നു. ആരോ വാതിൽ തുറക്കുന്നുണ്ട്. ഗുണ്ടകൾ സുമിത്രയുമായി അകത്തേക്ക് പോകുന്നു. അവർ അവളുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. അവൾ കൈകൾ വിടുവിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് മൈക്കിൽ നിന്നെന്ന പോലെ ഒരു ശബ്ദം കേട്ടത്. അവളുടെ കൈകൾ വിട്ടേക്ക്. പൂ പോലത്തെ കൈകൾ നിങ്ങൾ ഞെരിക്കരുത്. അവൾ ദേഷ്യത്തോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. എൻ്റെ അപ്പ എവിടെ? ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ മുമ്പിലേക്ക് വാടാ, സുമിത്ര രോക്ഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു അട്ടഹാസം കേട്ടു. ധൃതി കൂട്ടരുത് പൊന്നേ, ഞാൻ താ വരുന്നു. അതിനു മുമ്പ് നിന്റെ അപ്പനെ കാണണ്ടേ? തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട്, പോയി കണ്ടിട്ട് വാ. അത് കേട്ടപ്പോൾ തന്നെ സുമിത്ര അടുത്ത മുറിയിലേക്ക് ഓടി. കൂടെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ വിഷ്ണു ആയിരുന്നു. ശിവറാമനെ കണ്ടപ്പോൾ അവരുടെ രണ്ടുപേരുടെയും നെഞ്ചു പിടഞ്ഞു. ഒരു ഇരുമ്പ് കമ്പിയിൽ രണ്ട് കൈകളും കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ദേഹത്ത് ചാട്ടവർ പോലെ എന്തോ ഒന്നുകൊണ്ട് അടിച്ച പാടുണ്ട്. ആ കാഴ്ച കാണാനാവാത്ത പോലെ അവൾ മുഖം തിരിച്ചു. എൻ്റെ അപ്പയെ വിട്, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, വിടാലോ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. അയാൾ ഗുണ്ടകളോട് ശിവറാമനെ മോചിപ്പിക്കാൻ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം വിഷ്ണു വേഗം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടി. 3 പേരും ചേർന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കി. അദ്ദേഹം ആകെ ക്ഷീണിതനായിരുന്നു. സുമിത്ര വേഗം ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകളിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വിയർപ്പൊപ്പി. സാരമില്ല, ഞാനുണ്ട്. ഞാനുള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ശിവേട്ടാ. അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരും കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. ശിവറാം ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു കാണിച്ചു. വിഷ്ണു വേഗം അവിടെ ഉണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്നു. സുമിത്ര അത് വാങ്ങി ശിവറാമിൻ്റെ ചുണ്ടോട് ചേർത്തു. ആ സമയത്തൊക്കെ റാവുത്തറിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുടെയും ഫോൺ നിർത്താതെ മൂളിക്കൊണ്ടിരുന്നു. രണ്ടുപേരും ഈ ഒരു മുഹൂർത്തത്തിനായി കാത്തിരുന്നപ്പോൾ ഫോൺ സൈലൻറ്റിലാക്കിയതാണ്. അപ്പയെ എത്രയും വേഗം ആശുപത്രിയിലാക്കണം, സുമിത്ര പറഞ്ഞു. അവിടെ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. തുടരും.